നമസ്കാരം. ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഉത്തർപ്രദേശിലെ കർഹാൽ നിയോജക മണ്ഡലത്തിൽ 23-കാരിയായ ദളിത് യുവതിയുടെ മൃതദേഹം ചാക്കിൽ കെട്ടിയ നിലയിൽ. ഈ പകൽ യുപിയിൽ സജീവമായി ചർച്ചയായതും ദളിത് യുവതിയുടെ കൊലപാതകമായിരുന്നു. തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വോട്ട് ചെയ്യുന്നതിനെതിരെ സമാജ്വാദി പാർട്ടിയുടെ പ്രാദേശിക പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയിരുന്നതായി കുടുംബം അറിയിച്ചതോടെയാണ് രംഗം കൊഴുത്തത്. യുവതിയുടെ പിതാവിന്റെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ പോലീസ് സമാജ്വാദി പാർട്ടി പ്രവർത്തകരായ പ്രശാന്ത് യാദവ്, മോഹൻ കത്തേരി എന്നിവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരാണോ യഥാർത്ഥ പ്രതികളെന്ന കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ബിജെപിക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞതിനാണ് പ്രതികൾ മകളെ കൊലപ്പെടുത്തിയതെന്ന് യുവതിയുടെ മാതാപിതാക്കൾ മൊഴി നൽകിയതായി മെയിൻപുരി ജില്ലാ പോലീസ് മേധാവി വിനോദ് കുമാർ പറഞ്ഞു. പ്രശാന്ത് യാദവ് 3 ദിവസം മുമ്പ് വീട്ടിൽ വന്ന് ഏത് പാർട്ടിക്കാണ് വോട്ട് ചെയ്യുകയെന്ന് ചോദിച്ചിരുന്നു. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം ലഭിച്ച വീട്ടിലാണ് തങ്ങൾ താമസിക്കുന്നത്. അതിനാൽ തന്നെ ബിജെപിയുടെ താമര ചിഹ്നത്തിനാണ് വോട്ട് ചെയ്യുകയെന്ന് മകൾ മറുപടി നൽകി. ഇതോടെ പ്രശാന്ത് അവളെ ഭീഷണിപ്പെടുത്തുകയും സമാജ്വാദി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ സൈക്കിളിന് വോട്ട് ചെയ്യാൻ ഭീഷണിപ്പെടുത്തുകയുമായിരുന്നുവെന്ന് യുവതിയുടെ പിതാവ് നൽകിയ മൊഴിയിൽ പറയുന്നു. യുവതിയുടെ മരണത്തിൽ സമാജ്വാദി പാർട്ടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ബിജെപി രംഗത്തെത്തി. ബിജെപിക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞതിനാണ് ദളിത് യുവതിയെ സമാജ്വാദി പാർട്ടിയുടെ പ്രശാന്ത് യാദവും സഹായികളും ചേർന്ന് കൊലപ്പെടുത്തിയതെന്ന് ബിജെപി അധ്യക്ഷൻ ഭൂപേന്ദ്ര സിംഗ് ചൗധരി എക്സിൽ കുറിച്ചു. സംഭവത്തിൽ സമാജ്വാദി പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെങ്കിലും കുറ്റവാളികൾക്ക് കഠിന ശിക്ഷ തന്നെ നൽകണമെന്ന് പാർട്ടിയുടെ കൽഹാർ സ്ഥാനാർത്ഥി തേജ് പ്രതാപ് യാദവ് പറഞ്ഞു. മരണപ്പെടുന്നതിന് മുൻപ് മകൾ പീഡനത്തിനിരയായിട്ടുണ്ടെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. നവംബർ 19-നാണ് ഇയാൾ ഭീഷണി മുഴക്കിയത്. സംഭവ ദിവസം രാത്രി 2 പേർ യുവതിയെ ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയെന്ന് ചിലർ നാട്ടുകാർ പറഞ്ഞു. പിന്നാലെയാണ് ഇന്ന് ചാക്കിലാക്കിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. വിവരമറിഞ്ഞതോടെ പോലീസ് സംഭവസ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിട്ടുണ്ട്.